ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്നിന്റെ കോഎഫിഷ്യന്റ് എഴുതിയാൽ മതി, 5 എഴുതിയാൽ മതി. എന്തായാലും ഈ ചാപ്റ്റർ പഠിക്കുന്നവർ സെറ്റ് ആയിട്ട് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇനി കുറച്ച് സമ്മിന്റെ ഈക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു 3 സെറ്റ് ഈക്വേഷൻസ് എന്ന് പറയുന്നുണ്ട്. ഈ ഈക്വേഷൻ സെറ്റ് ഈക്വേഷൻ ഗോഡ് ഈക്വേഷൻ എന്ന് പറഞ്ഞില്ല, ഗോഡ് മൂഡ്. ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന് പറഞ്ഞ മക്കളുടെ 3ാമത്തെ ചാപ്റ്ററിലെ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. വീഡിയോ മതി, കംപ്ലീറ്റ് ചാപ്റ്റർ സെറ്റ് ആവും. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വൺ ഷോട്ട് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് പോയി കാണാം. 3 ടോപ്പിക്സ് ചാപ്റ്ററിലുള്ളൂ. സമാന്തര ശ്രേണിയും ബീജഗണിതവും, അതുപോലെ അതിന്റെ ബീജഗണിത രൂപം, സമ്മ്, അതുപോലെ സമ്മിന്റെ ബീജഗണിത രൂപം. ബീജഗണിത രൂപത്തെ പല പേരിൽ പല കാലത്തിൽ അറിയപ്പെടാറുണ്ട് എന്ന് പറയുന്ന പോലെ എക്സൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്, nth ടേം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ബീജഗണിത രൂപം, ഓൾജിബ്രായിക് ഫോം, ജനറൽ ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടാറുണ്ട്. ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, xn is equal to dn plus f minus d മാത്രം ഓർത്തിരുന്നാൽ മതി. ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ബീജഗണിത രൂപം നമുക്ക് xn is equal to an plus b മോഡലിൽ വരുന്നതായിട്ട് കാണാം. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? dn an. എന്നിന്റെ തൊട്ട് മുന്നിൽ ഇവിടെ d, ഇവിടെ എന്റെ തൊട്ട് മുന്നിൽ a. അപ്പൊ നമുക്ക് a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് മനസ്സിലാവും. അതുപോലെ b എന്ന് പറയുന്നത് എന്താ? b എന്ന് പറയുന്നത് f മൈനസ് t. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. നമുക്കൊരു സമാന്തര ശ്രേണി ആവശ്യമുണ്ട്. സാർ സിമ്പിൾ ആയിട്ടൊരു സമാന്തര ശ്രേണി വേഗം എടുക്കാം, എന്നിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് വേഗം പറഞ്ഞുതരാം. നോക്കുക, 3, 6, 9, 12 എന്ന് പറഞ്ഞു പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇക്വേഷൻ മറക്കരുത്. എന്താണ്? dn പ്ലസ് f മൈനസ് t. തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ f എന്താ? ഫസ്റ്റ് ടേം എന്താ? 3 ആണ്. d എന്താ? എത്ര വീതം കൂടിയിട്ടാ വരണേ? 3 വെച്ച് കൂടിയിട്ടാണ് നമ്മുടെ സമാന്തര ശ്രേണി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈനലി xn ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? d ക്ക് പകരം 3 കൊടുക്കുക. സോ 3n പ്ലസ് 3 മൈനസ് 3. ഓ, വല്ലാത്ത ജാതി. 3n പ്ലസ് 0, 3n വരും കേട്ടോ. മേനെയുള്ള ഒരു സമാന്തര ശ്രേണി എടുത്തിട്ട് വീണ്ടും നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. നോക്കുക, 3, 8, 13 എന്ന് പറഞ്ഞു പോകുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം വേണം. എന്താണ് ബീജഗണിത രൂപം എന്ന് പറഞ്ഞേ? xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി അല്ലെങ്കിൽ dn പ്ലസ് f മൈനസ് ടി. നമുക്ക് dn പ്ലസ് f മൈനസ് ടി വേണ്ടത് an പ്ലസ് ബി ആ ഫോമിലായിരിക്കും വരിക എന്ന് കാണിക്കാനാണ്. നോക്കുക, dn പ്ലസ് f മൈനസ് ടി. ഇവിടെ d എന്താ? കോമൺ ഡിഫറൻസ് 8 മൈനസ് 3 5. f എന്താ? ഫസ്റ്റ് ടേം 3. ഡയറക്റ്റ് ഈക്വേഷനിലേക്ക് കൊടുക്കാം. സോ 3 അല്ല, d എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5n പ്ലസ് 3 മൈനസ് 5, അതായത് 5n മൈനസ് 2. ഇവിടെ നിങ്ങൾ രണ്ട് കേസിലും ശ്രദ്ധിച്ചുള്ള കാര്യം, ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ പറയാം. എന്നിന്റെ കോയിഫിഷ്യന്റ് എന്താ? എന്നിന്റെ കോയിഫിഷ്യന്റ് 5 ആണ് അല്ലെ? ആ 5 ആയിരിക്കും കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക. കഴിഞ്ഞ പ്രോബ്ലത്തില് 3 ആയിരുന്നു എന്നിന്റെ കോയിഫിഷ്യന്റ്. നോക്കുക, ആ എന്നിന്റെ കോയിഫിഷ്യന്റ് 3 തന്നെയായിരിക്കും നമ്മുടെ സമാന്തര ശ്രേണിയുടെ എന്ത് വരിക? കോമൺ ഡിഫറൻസ് വരിക. അതുപോലെ a എന്തായിരിക്കും വരിക എന്ന് അറിയാനായിട്ട് നോക്കി, ഇവിടെ 5 മൈനസ് 2, 5 മൈനസ് 2, 3 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈം. ഒന്ന് ഓർത്തിരിക്കുക, ആവശ്യം ഉണ്ടാവും. ഇനിയിപ്പോ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്നിന്റെ പ്ലേസിൽ 1 കൊടുത്താൽ മതി. 5 × 1 മൈനസ് 2 അറിയാം, മര്യാദയ്ക്ക് 3 കിട്ടും. d എന്ന് പറഞ്ഞാൽ എന്താ? എന്നിന്റെ കോയിഫിഷ്യന്റ് 5 കേട്ടോ. അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ xn ഈസ് ഈക്വൽ ടു 3n പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടൊരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഉണ്ടെന്ന് വിചാരിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് ടേം എഫും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാനുള്ള മാർഗം 3 പ്ലസ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആയിരിക്കും ഫസ്റ്റ് ടേം വരിക സമാന്തര ശ്രേണിയുടെ. ഈസി ബിസി. എന്നിന്റെ കോഎഫിഷ്യന്റ് എന്താ? 3. ആ 3 ആയിരിക്കും ഇവിടെ എന്ത് വരിക? കോമൺ ഡിഫറൻസ് വരിക. എന്നിന്റെ മുന്നിൽ ഒന്നുമില്ലെങ്കിൽ 1 ആയിരിക്കും കോമൺ ഡിഫറൻസ് വരിക. അതൊന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സെക്കൻഡുകൾ മതി. നോക്കുക, ഇഫ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് an arithmetic progression is xn is equal to 5n plus 4 ആണ്. 5n plus 4 ആണ്. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? സാർ നേരത്തെ പറഞ്ഞു എക്സാമ്പിൾ 5n plus 4. ഇവിടെ നിന്ന് തന്നെ എനിക്ക് ഈ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. വേഗം പറഞ്ഞു, ഫസ്റ്റ് ടേം എന്തായിരിക്കും? 5ഉം 4ഉം കൂടി കൂട്ടുക, അല്ലെങ്കിൽ എന്നിന്റെ പ്ലേസിൽ 1 കൊടുക്കുക. 5 × 1 പ്ലസ് 4 9 എന്ന് കിട്ടും. d എന്ന് പറഞ്ഞാൽ എന്നിന്റെ കോയിഫിഷ്യന്റ്, എന്നിന്റെ തൊട്ട് മുന്നിലെ 5. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയില്ല, നോക്കാം നമുക്ക്. ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ചോദിക്കും. എന്നിന്റെ കോയിഫിഷ്യന്റ് എഴുതിയാൽ മതി, 5 എഴുതിയാൽ മതി. ആദ്യ പദം കാണുക, അതും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കത് യൂസ്ഫുൾ ആയില്ലേ? 5 പ്ലസ് 4 9. ഇനി എന്താ? ഫൈൻഡ് ദ 10th ടേം. പുഷ്പം പോലെ നമ്മൾ x10 കണ്ടുപിടിക്കും. നമുക്ക് x1 അറിയാമെങ്കിൽ x1ന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 90. ഇത് ഒരു മെത്തേഡ്. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് ഇത് ചെയ്യാട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താം. പക്ഷെ ഇവിടെ ഡയറക്റ്റ് xn, ഈ ക്വസ്റ്റ്യന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ xn ഈസ് ഈക്വൽ ടു 5n പ്ലസ് 4 എന്നല്ലേ. എന്നിട്ട് xn ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്
സിമ്പിൾ ആയിട്ട് പണ്ട് പോളിനോമിയൽസിലൊക്കെ പഠിച്ച പോലെ P(1) P(0) ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യാറ്? എക്സിന്റെ പ്ലേസിൽ 1ഉം 0 ഒക്കെ കൊടുക്കും. ഇവിടെ എന്നിന്റെ പ്ലേസിൽ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? 10 കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ 5 × 10 + 4 50 + 4 54 എന്ന് കിട്ടില്ലേ? ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളഞ്ഞ മെത്തേഡാണ്, പക്ഷെ കറക്റ്റ് ആൻസർ കിട്ടും. നോക്കി ഇവിടെ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 + 9 × 5. അപ്പൊ 9 + 45 അങ്ങനെയും കിട്ടും 54. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് ഈസി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ അതും നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് സമ്മിന്റെ ഈക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു 3 സെറ്റ് ഈക്വേഷൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 6 അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n × n + 1/2 എന്ന് പറഞ്ഞ ഈക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് /2 വേണ്ട, n × n + 1 മാത്രം മതി. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട്. ലൈവ് കാണാത്തവരോട് വീണ്ടും പറയുന്നു, പോയി കാണുക കേട്ടോ. 2-2.5 മണിക്കൂർ കൊണ്ട് ലൈവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്താ? n². നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. പ്രോബ്ലംസ് 1 + 2 + 3 + etc. up to 20 ടേംസിന്റെ തുടർച്ചയായിട്ടുള്ള 20 പദങ്ങളുടെ അല്ലെങ്കിൽ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ ഓർത്തിരിക്കുക, n × n + 1/2. ഇവിടെ n എത്രയാ? n എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ 20നോട് കൂടി 20ന്റെ തൊട്ടപ്പുറത്തെ നമ്പർ എത്രയാ? 21/2 ചെയ്യാ. 20/2 നമുക്കറിയാം 10 ആണ്. സോ 10 × 21, ഫൈനൽ ആൻസർ 210 ആയിരിക്കും വരിക. സെറ്റ് അല്ലേ? ഇനി ഇവൻ നമ്പേഴ്സിന്റെ ഒരു എക്സാമ്പിൾ നോക്കി. സം ഓഫ് ഫസ്റ്റ് 25 ഇവൻ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതായത് ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള 25 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ എത്രയേ ഉള്ളൂ? /2 ഇല്ല. നേരത്തെ ഇക്വേഷനിൽ /2 ഇല്ല. n × n + 1. ഇവിടെ എത്രയാപ്പോ? 25 × എത്രയാണ് ചെയ്യേണ്ടത്? 25 × 26 ആണ് ചെയ്യേണ്ടത്. /2 ഇല്ല കേട്ടോ. /2 ഉള്ളതിനാ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ /2 വേണം. ഇവിടെ n × n + 1, 25 × 26 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. 25 × 25 625 ആണെന്നറിയാം. അപ്പൊ 25 × 26 എന്ന് പറയുമ്പോൾ 650 വരും. 650 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഇനി നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമ്മുടെ മിന്നൽ ബാച്ചില് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ചാപ്റ്ററും എല്ലാ സബ്ജക്റ്റും സെറ്റ് ആയിട്ട് പഠിപ്പിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഗോഡ്സെയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ഷോർട്സിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഗോഡ്സെയിൽ വെറും 999 രൂപയ്ക്കാണ് ഒരു വർഷത്തെ ബാച്ച് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. എല്ലാ ഫീച്ചേഴ്സും, റെക്കോർഡഡ് വീഡിയോസ്, ലൈവ് ക്ലാസ്, PDF നോട്ട്സ്, അതുപോലെ DPP, ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നിങ്ങളെ കാത്ത് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ മിന്നൽ ബാച്ചിലേക്ക് ലഭ്യമായിട്ടുള്ളത്. സോ താല്പര്യമുള്ളൊരു വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്തായാലും ഈ ചാപ്റ്റർ പഠിക്കുന്നവർ സെറ്റ് ആയിട്ട് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇനിയിപ്പോ ഏത് സമാന്തര ശ്രേണി വന്നാലും നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വേണം. അത്തരത്തിലൊരു ഗോഡ് മോഡ് ഇക്വേഷൻ ആണ് എന്ത്? Sn = n/2 × x1 + xn എന്ന് പറയുന്ന എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ. n/2 × x1 + xn. x1 എന്ന് പറഞ്ഞാൽ ആദ്യ ടേം, xn എന്ന് പറഞ്ഞാൽ അവസാന ടേം, n എന്ന് പറഞ്ഞാൽ ആ സമാന്തര ശ്രേണിയിലുള്ള നമ്പർ ഓഫ് ടേംസ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്ന് ചെയ്താലോ? 51 52 53 etc. 70 അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം. ചെറിയൊരു പ്രശ്നം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഫസ്റ്റ് ടേം x1 അറിയാം 51 ആണെന്നറിയാം. ലാസ്റ്റ് ടേം xn അറിയാം എന്താ 70 ആണെന്നറിയാം. എന്താ സാറേ പ്രശ്നം പറഞ്ഞില്ല. നമ്മുടെ ഈക്വേഷൻ എന്തായിരുന്നു സമ്മ് കണ്ടുപിടിക്കാൻ? Sn = നമ്മൾ പഠിച്ച ഈക്വേഷൻ എന്തായിരുന്നു? ഇപ്പോ Sn = n/2 × x1 + xn. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായിണ്ടാവും. x1 അറിയാം, xn അറിയാം, n അറിയില്ല. പക്ഷെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സമാന്തര ശ്രേണിയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1 എന്ന് കിട്ടും. ലാസ്റ്റ് ടേം എത്രയാണ്? ഇവിടെ ലാസ്റ്റ് ടേം കൃത്യമായിട്ട് 70 എന്ന് കൊടുത്തിട്ടുണ്ട്. 70 മൈനസ് ഫസ്റ്റ് ടേം എത്രയാ? 51. കോമൺ ഡിഫറൻസ് എത്രയാ? സമാന്തര ശ്രേണിയുടെ 51 52 എന്ന് പറഞ്ഞു പോകുമ്പോൾ 1 അല്ലേ വരിക? സോ 1 + 1 ദാറ്റ് ഈസ് 19 + 1 20 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. 20 ടേംസിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷനിലേക്ക് കൊടുക്കുക. n/2 എന്ന് പറയുമ്പോൾ 20/2, x1 എന്ന് പറയുമ്പോൾ 51, xn എന്ന് പറയുമ്പോൾ 70. സോ 10 × 20/2 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 10 × 121, ഫൈനൽ ആൻസർ 1210 ആയിരിക്കും ഈ തുക വരിക. അതായത് 51 + 52 + അങ്ങനെ പോയിട്ട് 70 എത്തി നിൽക്കുന്ന സമാന്തര ശ്രേണിയുടെ 20 പദങ്ങളുടെ തുക 1210 ആവും വരിക. ഇത് വേറെ രീതിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യയുടെ സമ്മ് വെച്ചിട്ട് ഈ 51 50 + 1, അതുപോലെ 52 അല്ലെങ്കിൽ 51 50 +
50 വെച്ചിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, 51 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 51നെ 50 പ്ലസ് 1, 52നെ 50 പ്ലസ് 2 അങ്ങനെ എഴുതിയിട്ട് 50 പ്ലസ് 20 വരെ എഴുതുന്നു. ഇതൊരു മെത്തേഡ് കേട്ടോ, രണ്ടാമത്തെ മെത്തേഡ്. എന്നിട്ട് നോക്കുക അവിടെ എത്ര 50കളുണ്ട്, 1 2 3 അങ്ങനെ 20 50കളുണ്ട്. സോ 20 50കൾ എന്ന് പറഞ്ഞാൽ 20 × 50 1000 എന്ന് കിട്ടും. പിന്നെ എല്ലാത്തിനും 50 പോയി കഴിഞ്ഞാൽ ബാക്കി 1 + 2 + എക്സെട്ര അപ് ടു 20. ഇത് നമുക്ക് എന്തിന്റെ സം അപ്ലൈ ചെയ്യാം, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയിരുന്നു, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. പല സ്കൂളുകളിലും എടുക്കുന്നുണ്ട്, എടുക്കാത്ത സ്കൂളുകളും ഉണ്ട്. 2f + n - 1 × d സം കാണുള്ള മറ്റൊരു ഇക്വേഷൻ ആണ്. f ഫസ്റ്റ് ടേം ആണ്, n നമ്പർ ഓഫ് ടേംസ് ആണ്, d കോമൺ ഡിഫറൻസ്. അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ്. തുകയുടെ ബീജഗണിത രൂപം നമുക്ക് ചിലപ്പോ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തരും. 4n + 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തരും. എന്നിട്ട് തുകയുടെ കണ്ടുപിടിക്കാൻ പറയും. തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടിയ തന്നെ ഇക്വേഷൻ സാർ ഫസ്റ്റ് പറഞ്ഞു എന്താ, Sn = n/2 × x1 + xn. ഓർത്തിരിക്കണം ഈ ഇക്വേഷൻ സെറ്റ് ഇക്വേഷൻ ആണ്, ഗോഡ് ഇക്വേഷൻ എന്ന് പറയില്ല, ഗോഡ് മോഡ്. ഓക്കെ, അപ്പൊ x1 ഗോഡ് സൈഡ് മറക്കണം കേട്ടോ. x1 എന്ന് പറയുന്നത് എന്തായിരിക്കും, xn 4n + 1 ആണെങ്കിൽ x1 കണ്ടുപിടിക്കാൻ n പ്ലേസിൽ 1 കൊടുക്കുക. സോ 4 × 1 + 1 4 + 1 5 ആയിരിക്കും x1 വരിക. അവിടെ നിൽക്ക്, അത്ര മതി. അങ്ങനെയാണെങ്കിൽ ഇതാ Sn = ഞാൻ എഴുതാൻ പോവാണ് n/2 × x1 നമ്മളിപ്പോ കണ്ടുപിടിച്ചു 5 പ്ലസ് xn എന്തായിരിക്കും വരിക, കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn 4n + 1 ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേ, n/2 ബ്രാക്കറ്റിലെ 5 1 കൂടി കൂട്ടിയാൽ 6. സോ 4n + 6 എന്ന് കിട്ടും. n/2 എന്തിനു ബാധകമാണ്, 4n ബാധകമാണ്, n/2 6 ബാധകമാണ്. ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ n/2 × 4n + n/2 × 6 കട്ട് ചെയ്ത് കളയാം. നമുക്ക് 2 2 പ്രാവശ്യം, 4 2 2 പ്രാവശ്യം, 2n² പ്ലസ് 2 2 പ്രാവശ്യം, 4 2 3 പ്രാവശ്യം, 3n. 2n² + 3n ആയിരിക്കും നമ്മുടെ xn = 4n + 1. 4n + 1 ബീജഗണിത രൂപത്തിൽ വന്നിട്ടുള്ള സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം വരുന്നത് 2n² + 3n ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇതും നമ്മൾ ലൈവിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണ് ഇത് ആ ഒരു എക്സാമിലൂടെയും പറഞ്ഞിട്ട് വേഗം തന്നെ 2n + 3 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്, നമുക്ക് ഇതിന്റെ തുകയുടെ ബീജഗണിത രൂപമാണ് കണ്ടെത്തേണ്ടത്. സോ Sn = ഇക്വേഷൻ വേഗം എഴുതിയ n/2 × x1 + xn ആണ് നമ്മുടെ ഇക്വേഷൻ. xn അറിയാം, 2n + 3 ആണ്. x1 എന്തായിരിക്കും വരിക, n പ്ലേസിൽ 1 കൊടുക്കുമ്പോ 2 + 3 5 ആയിരിക്കും വരിക. അത് ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുന്നു n/2 × x1 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് നമ്മുടെ xn എന്ന് പറഞ്ഞാൽ 2n + 3. ഓക്കെ, സോ അഗൈൻ n/2 × ബ്രാക്കറ്റിലെ 5 3 8, സോ 2n + 8 എന്ന് വരും. n/2 രണ്ട് ടേമിനും ബാധകമാണ്. സോ n/2 × 2n പ്ലസ് n/2 × 8 കട്ട് ചെയ്ത് കളയാം. 2 2 പോയി, ഇവിടെ 2 2 പ്രാവശ്യം, 8 2 4 തവണ. സോ ഫൈനൽ ആൻസർ n × n² + 4n ആയിരിക്കും തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ തുകകളുടെ ബീജഗണിത രൂപം വരിക. ഇനി നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം തരും, എന്നിട്ട് ആ സമാന്തര ശ്രേണിയുടെ നോർമലി xn കണ്ടുപിടിക്കാൻ പറയും, nth ടേം അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ആയിരിക്കും pn² + qn, എന്തായാലും n² ടേം ഉണ്ടാവും, അല്ലെങ്കിൽ pn² + qn മോഡലിലായിരിക്കും ഒരു സമാന്തര ശ്രേണിയുടെ സമ്മിന്റെ ബീജഗണിത രൂപം ഉണ്ടാവുക. അപ്പോൾ ഈ പിയും ക്യൂവും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. p + q ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, p + q ചെയ്താൽ മതി. ട്രിക്കിലൂടെ പറഞ്ഞിരുന്നതാണ്, ട്രിക്കായിട്ട് തന്നെ കണ്ടാൽ മതി. p + q ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ആണല്ലോ നമുക്ക് ആവശ്യം ബീജഗണിത രൂപം എഴുതാൻ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² കോഎഫിഷ്യന്റ് എന്താണോ, n² തൊട്ട് മുന്നുള്ള സംഖ്യ എന്താണോ അതിന്റെ ഇരട്ടി എടുക്കുക. 2 × p, 2p ആയിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ് വരിക. ഈ രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യാൻ പറ്റും. n² + 2n ഒരു സമാന്തര ശ്രേണിയുടെ തുകകളുടെ ബീജഗണിത രൂപമാണ്. അങ്ങനെയാണെങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ nth ടേം എന്താ, ബീജഗണിത രൂപം എന്താന്ന് കണക്കാക്കാൻ നമുക്ക് f ആവശ്യമുണ്ട്, d ആവശ്യമുണ്ട്. f എന്താന്നാ പറഞ്ഞേ, ഒന്നുകിൽ f ഇങ്ങനെ ആലോചിക്കാം, n² + 2n n പ്ലേസിൽ 1 ഇട്ട് കൊടുത്ത f കിട്ടും, അല്ലെങ്കിൽ p + q. ഇവിടെ p ആരാ, n കോഎഫിഷ്യന്റ് 1. സോ 1 + 2 3 ആയിരിക്കും f വരിക.
ഡി എന്താ വരിക? എൻ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ ഇരട്ടി. 1 × 2 2. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ ആരാ? 2. സോ 2n പ്ലസ് 3 മൈനസ് 2 വിച്ച് മീൻസ് 2n പ്ലസ് 1 ആയിരിക്കും തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ nth ടേം വരിക, ബേസ് ഗണിത രൂപം വരിക. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ടോട്ടലി പഠിക്കാൻ. ഇത്രയും നേരം അടിപൊളിയായിട്ട് ക്ലാസ് കണ്ട മക്കൾക്ക് ചെറിയൊരു ചോദ്യം തരാം. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അപ് ടു 25 വരെയുള്ള തുടർച്ചയായിട്ടുള്ള സംഖ്യകളുടെ സം എന്താണെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യുക. മക്കളുടെ എല്ലാ SSLC പഠിക്കുന്ന ഫ്രണ്ട്സിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ. താങ്ക് യു.